പൈങ്ങോട്ടൂരിൽ സ്കൂൾ വിദ്യാർത്ഥിയെ സമപ്രായക്കാരായ 4 പേർ ചേർന്ന് ക്രൂരമായി മർദ്ദിച്ചു. സംഭവത്തിന്റെ വീഡിയോ പുറത്തു വന്നതോടെ പോത്താനിക്കാട് പോലീസ് 4 പേർക്കെതിരെ ജുവനൈൽ ജസ്റ്റിസ് നിയമത്തിലെ 325 വകുപ്പ് പ്രകാരം കേസെടുത്തു. പൈങ്ങോട്ടൂരിൽ സ്കൂൾ വിദ്യാർത്ഥിയായ 15-കാരനാണ് ക്രൂരമർദ്ദനത്തിന് ഇരയായത്. ഒരാഴ്ച മുമ്പാണ് സംഭവം നടന്നത്. 4 പേരെയും ഇവരുടെ മാതാപിതാക്കളെയും ഇന്ന് രാവിലെ വിളിപ്പിച്ച് മൊഴി രേഖപ്പെടുത്തിയ ശേഷമാണ് നടപടി. ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് മുമ്പാകെ പോലീസ് നൽകുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മർദ്ദിച്ചവരെ വിളിപ്പിക്കും. പൈങ്ങോട്ടൂർ ബസ് സ്റ്റാൻഡിന് സമീപം ഉപയോഗിക്കാതെ കിടക്കുന്ന പോലീസ് സ്റ്റേറ്റ് പോസ്റ്റിനുള്ളിൽ വെച്ചായിരുന്നു മർദ്ദനം. ഏതോ വിഷയത്തിൽ 3 പേർ ചേർന്ന് വിദ്യാർത്ഥിയെ ചോദ്യം ചെയ്തതും ഇടയ്ക്കിടെ മർദ്ദിക്കുന്നതും ദൃശ്യങ്ങളിൽ കാണാം. ഒരു ഘട്ടത്തിൽ 3 പേരും ചേർന്ന് ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. 4-മനാണ് ദൃശ്യം പകർത്തിയതെന്ന് കരുതുന്നു. തുടർന്ന് കുട്ടി ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നവരെയാണ് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന ദൃശ്യങ്ങളിലുള്ളത്. കുട്ടിയുടെ പിതാവിന്റെ പരാതിയെ തുടർന്ന് മർദ്ദിച്ച കുട്ടികളെയും രക്ഷിതാക്കളെയും പോലീസ് സ്റ്റേഷനിൽ വിളിപ്പിച്ചിരുന്നു. എന്നാൽ ഇതിൽ ചില കുട്ടികളുടെ മാതാപിതാക്കൾ കരച്ചിലും മറ്റുമായതോടെ പരാതി പറഞ്ഞു തീർക്കുകയായിരുന്നു. ഇതിനു പിന്നാലെയാണ് മർദ്ദന വീഡിയോ പ്രചരിച്ചത്. ഇതോടെ വീണ്ടും പരാതിയുമായി മുന്നോട്ടു പോകാൻ മർദ്ദനമേറ്റ വിദ്യാർത്ഥിയുടെ മാതാപിതാക്കൾ തീരുമാനിക്കുകയായിരുന്നു. മർദ്ദിച്ചവരിൽ 2 പേർ വിദ്യാർത്ഥികളും മറ്റു 2 പേർ പഠനം നിർത്തിയവരുമാണെന്നാണ് വിവരം. ലൈഫ് മലയാളം, കോതമംഗലം.